ഹായ് കൂട്ടുകാരെ, 5ാം ക്ലാസ്സിലെ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ നോക്കുന്നത് 2025-26 അധ്യയന വർഷത്തെ കേരള പാഠാവലി ഓണം എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. SCERT പബ്ലിഷ് ചെയ്ത് നമ്മുടെ ആത്യന്തിക വിലയിരുത്തൽ എന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് ഫസ്റ്റ് ടൈം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നിർദ്ദേശങ്ങൾ ഫസ്റ്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? നിർദ്ദേശങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാമല്ലേ. വായിക്കാം, എഴുതാം. മധുരം മലയാളം. മധുരം മലയാളം, നമ്മുടെ ഹൃദയം മലയാളം, മണ്ണിൻ ഗന്ധം മലയാളം, പുഴയുടെ താളം മലയാളം, കിളുന്നു ചുണ്ടുകൾ ആദ്യം മോദി അമ്മ മലയാളം, സ്നേഹത്തിൻ പുതുനാമ്പുകളായി നമ്മുടെ മലയാളം, കാറ്റിലാടും തെങ്ങോലകളുടെ താളം മലയാളം, കാട്ടാറിൻ്റെ കളകളനാദം നമ്മുടെ മലയാളം, വയലേലകളുടെ വീർപ്പുഗന്ധം നമ്മുടെ മലയാളം, പണിശാലകളുടെ നെടുവീർപ്പിൻ്റെ താളം മലയാളം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ഈ ക്വസ്റ്റ്യൻ എന്താണ്? ഇതിൽ മലയാളവുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏതാണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. നോക്കൂ, മധുരം സ്വപ്നം തിളക്കം, ഹൃദയം മധുരം മലയാളം താളം, തിളക്കം ഹൃദയം സ്വപ്നം, സ്വപ്നം താളം ഹൃദയം. അപ്പോൾ ഇവിടെ നോക്കൂ, ഇതിലേതാണ് മലയാളവുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏതാണ്? മധുരം ഹൃദയം താളം വരും അല്ലേ. മധുരം ഹൃദയം താളം, മധുരം ഹൃദയം താളം, അതായത് ഹൃദയം മധുരം താളം. സെക്കൻഡ് ഓപ്ഷൻ ആണല്ലേ വരുന്നത് ആൻസർ. ഓക്കെ, ദെൻ കാട്ടാറിൻ്റെ കളകളനാദം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ചോദിച്ചിട്ടുണ്ട് അല്ലേ. മലയാള ഭാഷ കാട്ടിലാണ് ജനിച്ചത്. മലയാള ഭാഷയിലെ കവിതകൾ കൂടുതലും കാട്ടാറുകളെ കുറിച്ചാണ്. മലയാള ഭാഷ പുഴയൊഴുകും പോലെ സംഗീതമാണ്. മലയാള ഭാഷ കാട്ടാറിൻ്റെ ജലം പോലെ തെളിഞ്ഞതാണ്. ഇതിലേതായിരിക്കും റൈറ്റ് ആൻസർ? അതായത് മലയാളം ഭാഷ പുഴയൊഴുകും പോലെ എന്താണ്? സംഗീതമാണല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മലയാളം എന്തിൻ്റെ പുതുനാമ്പുകൾ എന്നാണ് കവി പറയുന്നത്. മലയാളം എന്തിൻ്റെ പുതുനാമ്പുകൾ എന്നാണ് കവി പറയുന്നത്. ലാസ്റ്റ് വരികളിൽ പറയുന്നുണ്ട് അല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ നോക്കൂ, സ്നേഹത്തിൻ പുതുനാമ്പുകളായി നമ്മുടെ മലയാളം അല്ലെ. അപ്പൊ എന്തിൻ്റെയാണ്? സ്നേഹത്തിൻ്റെയാണ് അല്ലെ. ഇവിടെ സന്തോഷം, സ്നേഹം, സങ്കടം, ദേഷ്യം എന്നിങ്ങനെയാണ് ഓപ്ഷൻസ് നൽകിയിട്ടുള്ളത്. അപ്പൊ റൈറ്റ് ആയ ആൻസർ ഏതാണ്? ശരിയായ ആൻസർ ഏതാണ്? സ്നേഹം. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കവിതയുടെ പ്രധാന ആശയം സൂചിപ്പിക്കുന്നത്. പുഴയുടെ താളത്തെക്കുറിച്ച്, കാട്ടാറിൻ്റെ കളകളനാദത്തെക്കുറിച്ച്, വയലുകളെക്കുറിച്ച്, മലയാള ഭാഷയെക്കുറിച്ച്. ഏതാ റൈറ്റ് ആൻസർ കൂട്ടുകാരെ? അത് നമുക്കറിയാം, മലയാള ഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണല്ലേ. മലയാള ഭാഷയെക്കുറിച്ചാണ് ഈ കവിതയിൽ പറയുന്നത്. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മഴ അനുഭവമാണ്. ചാറ്റൽ മഴയും പേമാരിയും നമുക്കറിയാം. സന്തോഷിപ്പിക്കുന്നത് പോലെ തന്നെ മഴ വല്ലാതെ സങ്കടപ്പെടുത്തുകയും ചെയ്യും. നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന മഴ അനുഭവം എഴുതുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങളുടേതായ ഒരു അനുഭവമാണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ നോക്കാം. ഇവിടെ ഒരു മാതൃക കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടേതായ ഒരു മഴ അനുഭവം എഴുതുക. ഒരു മഴക്കാലം എനിക്കൊരു മറക്കാൻ പറ്റാത്ത അനുഭവമായിരുന്നു സമ്മാനിച്ചത്. സ്കൂൾ തുറക്കാൻ ആവേശത്തോടെ കാത്തിരുന്ന ഒരു കുട്ടിയെ പോലെ മഴയും വന്നെത്തി. സ്കൂൾ തുറന്ന ഒരാഴ്ച പിന്നിട്ടിട്ടും മഴ ശക്തമായി പെയ്തുകൊണ്ടിരുന്നു. പുതിയ യൂണിഫോമും ബാഗും കുടയുമായി ഞാൻ സ്കൂളിൽ പോകാൻ വീട്ടിൽ നിന്നും ഇറങ്ങി. അന്ന് നല്ല മഴയുള്ള ദിവസമായിരുന്നു. മഴയായതിനാൽ റോഡ് മുഴുവൻ ചെളിവെള്ളം ഉണ്ടായിരുന്നു. കുട ചൂടിയിട്ടുണ്ടെങ്കിലും എൻ്റെ ബാഗും തുണിയുമെല്ലാം, എൻ്റെ ബാഗും എൻ്റെ യൂണിഫോമിലൊക്കെ എന്താണ് ചെളിവെള്ളം. എൻ്റെ ബാഗും കുടയുമെല്ലാം എങ്ങനെയായിരുന്നു? ബാഗും യൂണിഫോമും എല്ലാം നനഞ്ഞു കുതിർന്നിരുന്നു. പെട്ടെന്നൊരു ബൈക്ക് അതുവഴി കടന്നു പോയതും എൻ്റെ യൂണിഫോമിൽ ചെളിവെള്ളം തെറിച്ചതും ഒരുമിച്ചായിരുന്നു. അന്ന് ഞാൻ സ്കൂളിൽ പോകാതെ തിരികെ വീട്ടിലേക്ക് പോയി. ഞാൻ സ്കൂളിൽ പോകുന്നത് തടഞ്ഞ അന്നത്തെ മഴയോട് എനിക്ക് നല്ല ദേഷ്യമുണ്ടായിരുന്നു. പിന്നെ ആ സംഭവം കൂട്ടുകാരുമൊത്ത് പറഞ്ഞു ചിരിക്കുന്ന ഒരു തമാശയായിട്ട് മാറി. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതുപോലൊരു അനുഭവം അല്ലെങ്കിൽ നിങ്ങളുടേതായ എന്തെങ്കിലും ഒരു അനുഭവം, മഴ അനുഭവം ഇവിടെ എഴുതാവുന്നതാണ്. ഓക്കെ, ദെൻ ബി ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. പൂക്കൾ മണ്ണിന്റെ ഓമൽ കിനാവുകൾ, പൂക്കൾ ജീവന്റെ പ്രേമ പ്രതീക്ഷകൾ. വരികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. പൂക്കൾ മണ്ണിന്റെ ജീവനാണ്. പൂക്കൾ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ്. പൂക്കൾ ജീവനുള്ളവയാണ്. പൂക്കൾ സ്വപ്നം കാണുന്നവരാണ്. അപ്പൊ റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി, പൂക്കൾ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണെന്നുള്ളതാണ് അല്ലേ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പുഴ ഒറ്റ രാത്രി കൊണ്ട് സുന്ദരിയാകാൻ കാരണം. കന്നിമഴ, നിലാവ്, പുൽനാമ്പ്, മിന്നാമിനുങ്ങ് നൽകിയിട്ടുണ്ടല്ലേ.
ഓക്കെ, ലഘു ഉപന്യാസമാണ് നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ളത്. പ്രകൃതി നമുക്ക് പരിധിയില്ലാത്ത സന്തോഷവും സംതൃപ്തിയും നൽകുന്നു. ഇത്തിരി പൂവേ കുരുന്ന പൂവേ എന്ന യൂണിറ്റിൽ പ്രകൃതിയുടെ സൗന്ദര്യവും വിശേഷതകളും നാം മനസ്സിലാക്കി. ചെടികളും പൂക്കളും കിളികളും മനോഹരമാക്കുന്ന നമ്മുടെ പ്രകൃതി ഭംഗിയെക്കുറിച്ച് ലഘു ഉപന്യാസം തയ്യാറാക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മുടെ പ്രകൃതിയെ കുറിച്ചിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ലഘു ഉപന്യാസം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എളുപ്പമല്ലേ? കൂട്ടുകാരെന്ത് ചെയ്യുക, പ്രകൃതിയെക്കുറിച്ച് ലഘു ഉപന്യാസം തയ്യാറാക്കുക. നാലാമത്തെ ക്വസ്റ്റ്യൻ കഥാപാത്ര നിരൂപണമാണല്ലേ. നീർനാഗത്തെയും കൊണ്ട് ഞാൻ വീട്ടിലെത്തി. വരാന്തയിലെ വിരിയുടെ ഇടയിൽ തൂക്കിയിട്ടു. ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളിലും ഭൂമികളുടെ അവകാശികളാണെന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ദർശനം നീർനാഗം എന്ന പാഠഭാഗത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയല്ലോ. ബഷീർ കഥാപാത്രത്തിന്റെ സവിശേഷതകളും വായനയിൽ നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തി ബഷീർ കഥാപാത്രത്തിന്റെ നിരൂപണം തയ്യാറാക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അവിടെ എന്താണ് എഴുതേണ്ടത് കൂട്ടുകാരി? ബഷീർ എന്ന വ്യക്തിയുടെ എന്താണ് കഥാപാത്ര നിരൂപണമാണല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ബഷീറിന്റെ സ്വഭാവ സവിശേഷതകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടൊരു കഥാപാത്ര നിരൂപണം തയ്യാറാക്കാവുന്നതാണ്. ഓക്കെ, ഇതിന്റെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. പോസ്റ്റർ അല്ലെങ്കിൽ നോട്ടീസാണ്. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ഇഴയെടുപ്പം ഭൂമിയുടെ നിലനിൽപ്പിന് അനിവാര്യമാണ്. പ്രകൃതിയെ നിരന്തരം ചൂഷണം ചെയ്യുന്നതിന്റെ ഭാഗമായി വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ തുടങ്ങി നിരവധി വിവിധ പ്രശ്നങ്ങൾ നാം ഇന്ന് അനുഭവിക്കുന്നുണ്ട്. അപ്പൊ പ്രകൃതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം അവതരിപ്പിക്കുന്ന പോസ്റ്റർ തയ്യാറാക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്തൊക്കെയാണ് പോസ്റ്റർ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്? തലക്കെട്ട്, പോസ്റ്റർ വാക്യം, പശ്ചാത്തല ചിത്രം എന്നിവ ഉൾപ്പെടുത്തി ആകർഷകമാക്കാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലേ. നോട്ടീസാണ് നെക്സ്റ്റ് കൊടുത്തിട്ടുള്ളത്. സ്കൂളിൽ നടക്കുന്ന ബഷീർ അനുസ്മരണവുമായി ബന്ധപ്പെട്ട് നോട്ടീസ് തയ്യാറാക്കുക. തലക്കെട്ട്, ഉദ്ഘാടനം, തീയതി, അതിഥികൾ, വായനാ മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം, ബഷീർ പുസ്തക ദർശനം തുടങ്ങിയവ ഉൾപ്പെടുത്തുമല്ലോ. അപ്പൊ നോട്ടീസ് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്നൊക്കെ കൂട്ടുകാർക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് അല്ലേ. ഓക്കെ, ഇതിന് ആറാമത്തെ ചോദ്യം നോക്കാം. ജീവചരിത്രക്കുറിപ്പ് അല്ലെങ്കിൽ ആസ്വാദനക്കുറിപ്പ്. ജീവചരിത്രക്കുറിപ്പ് തന്നിരിക്കുന്ന സൂചനകളും നിങ്ങൾക്ക് അറിയാവുന്ന വിവരങ്ങൾ ഉൾപ്പെടുത്തി കുഞ്ചൻ നമ്പ്യാരെ കുറിച്ച് ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഹിൻസ് നൽകിയിട്ടുണ്ട്. അപ്പൊ തന്നിട്ടുള്ള ഹിൻസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ജീവചരിത്രക്കുറിപ്പ് കുഞ്ചൻ നമ്പ്യാരെ കുറിച്ച് ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കാവുന്നതാണ്. അല്ലെങ്കിൽ ആസ്വാദനക്കുറിപ്പാണ്. നമ്മളൊക്കെ വായിച്ചൊരു കവിത തന്നെയാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. കുഞ്ഞെഴുത്തിയുടെ വരികളാണല്ലേ കൊടുത്തിട്ടുള്ളത്. നോക്കൂ, കുഞ്ഞെഴുത്തി തന്നെയോ ഉണ്ണിക്കുമെന്നും ഏറെ ഇഷ്ടം, കുഞ്ഞെഴുത്തിയെ തന്നെയല്ലോ ഉണ്ണിക്കുമെന്നും ഏറെ ഇഷ്ടം, പൊന്നെ പോലത്തെ നെറ്റിയിലുണ്ടല്ലോ മഞ്ഞൾ വരക്കുറി ചാന്തുകൊട്ടും, ഈറൻമുടിയിൽ എള്ളെണ്ണം മണം ചില നേരമാ തുമ്പത്തൊരു പൂവും, കയ്യിലൊരൊറ്റ കുപ്പിവള മുഖം കണ്ടാൽ കാവിലെ ദേവി തന്നെ, മടിയിലിരുത്തിയിട്ട് മാറോട് ചേർത്തിട്ട് മണിമണി പോലെ കഥ പറയും, ആനയുടെ മയിലിൻ്റെ ഒട്ടകത്തിൻ്റെയും ആരും കേൾക്കാത്ത കഥ പറയും, കുഞ്ഞേടത്തി തന്നെയല്ലോ ഉണ്ണിക്കുമെന്നും വേറെ ഇഷ്ടം. കുഞ്ഞേടത്തി ONV കുറിപ്പ്. അപ്പം താളം, ഇഷ്ടപ്പെട്ട വരികൾ, ഇഷ്ടപ്പെടാനുള്ള കാരണം, സ്വന്തം അനുഭവം എന്നിവ ഉൾപ്പെടുത്തി എന്ത് ചെയ്യണം, നിങ്ങൾ കവിതാ ഭാഗത്തിന് ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ കുഞ്ഞെടുത്തി എന്ന ONV കുറിപ്പിന്റെ കവിതയ്ക്കാണ് നമ്മൾ ആസ്വാദന കുറിപ്പ് തയ്യാറാക്കേണ്ടത്. ഓക്കെ, നമുക്കൊരു മാതൃക നോക്കാം. നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടേതായ ആശയങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, നമുക്ക് നോക്കാം. പ്രശസ്ത കവിയും ഗാനരചയിതുമായ ONV കുറിപ്പിന്റെ കുഞ്ഞെഴുത്തി എന്ന കവിതയിൽ നിന്നും എടുത്തിട്ടുള്ള വരികളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. കുഞ്ഞനിയുടെ ചേച്ചിയോടുള്ള സ്നേഹമാണ് കവിതയിലെ ആശയം. കുട്ടിയും കുഞ്ഞെഴുത്തിയും തമ്മിലുള്ള ആത്മബന്ധം മാതൃസ്നേഹത്തെ വെല്ലുന്നതാണ്. ഇത് ഹൃദയസ്പർശിയായി ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നു. മടിയിലിരുത്തിയിട്ട് കഥ പറയും. ഈ വരികളിൽ മാ എന്ന അക്ഷരവും അടുത്ത വരിയിൽ ആ എന്ന അക്ഷരവും ആവർത്തിക്കുന്നു. ഈ വരികൾ ശബ്ദഭംഗി കവിതയ്ക്ക് കൊണ്ടുവരുന്നു. മണിമണി പോലെ കഥ പറയും. ഇവിടെ കുഞ്ഞെഴുതി പറയുന്ന കഥയെ സുന്ദരമായ പളുങ്കുമണികളോടാണ് കവി ഉപമിച്ചിരിക്കുന്നത്. മടിയിലിരുത്തി കഥ പറയും. ഈ വരികളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കാരണം എൻ്റെ അമ്മ എനിക്കും ഇങ്ങനെ കഥ പറഞ്ഞു തരാറുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾ എന്ത് ചെയ്യുക, കവിതയുടെ ആശയം കൂടി ഒന്ന് വിശദീകരിച്ച് എഴുതി ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം.